ഇന്നത്തെ കാരണവന്മാരുടെ കാര്യമൊന്നും പറയണ്ട. ചെറുപ്പക്കാരെ കണ്ണീര് കുടിപ്പിക്കുന്ന കാരണവന്മാരുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ പെണ്ണ് കെട്ടി കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായി, നിക്കാഹ് കഴിഞ്ഞിട്ട് 8 മാസമായി ഉസ്താദെ, എൻ്റെ പെണ്ണുമ്പിള്ള എപ്പോഴും അവിടെ തന്നെ നിൽക്കുക. ഞാൻ ചോദിച്ചു, നീ എന്തേടാ വിളിച്ചോണ്ട് വരാത്ത? വീട്ടുകാർ സമ്മതിക്കണില്ല ഉസ്താദെ സ്വന്തം പെണ്ണുമ്പിള്ളയെ വിളിച്ചോണ്ട് വരാൻ. അപ്പൊ ചോദിച്ചു, അതെന്തേ? അല്ല, നാട്ടിൽ കുറെ നടപ്പുകളുണ്ട്, ചടങ്ങുകളുണ്ട്, അത് പറ്റിയാലേ പറ്റത്തുള്ളൂ. എടാ, ഇസ്ലാം പറയുന്നു നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയായില്ലേ? നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ അവനും ഭാര്യയും ഭർത്താവുമായി. അതൊക്കെ ചടങ്ങ്. യഥാർത്ഥത്തിൽ ഇനി ഭാര്യയാകണമെങ്കിൽ ഒരു പോത്തിനെ വെട്ടി ബിരിയാണി വെച്ച് വിളമ്പി നാട്ടുകാർക്ക് കൊടുക്കണം. അപ്പോഴേ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. പച്ച മടല് വെട്ടിയിട്ട് ഇവിടെ കൊണ്ട് തള്ളണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പറയുന്നവനെ ഉമ്മമാർ സ്വന്തം മക്കള് പെണ്ണ് കെട്ടി നിക്കാഹ് കഴിച്ച്, എടാ ചങ്ങാതി, നിക്കാഹ് കഴിഞ്ഞാൽ അന്നത്തെ രാത്രി തന്നെ ആ ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടൽ സുന്നത്ത. അറിയോ? നിക്കാഹ് കഴിഞ്ഞ അന്നത്തെ ദിവസം തന്നെ ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ. അവർക്ക് സുന്നത്തുണ്ട്. ഇബാദത്തിന്റെ കൂലിയ ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് നിന്റെ ദീൻ തരുന്നത്. നിക്കാഹ് കഴിഞ്ഞ് ഓൾ അവിടെ ഇവിടെ വഴുതു പറച്ചില്ല മൊബൈലിലൂടെ. ഇപ്പൊ ജീവിക്കുന്നത് മൊബൈലിലൂടെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പൊന്നാര ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ, നിക്കാഹ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോയി വിളിച്ചോണ്ട് വന്നോണം അന്തസ്സോടെ. നിന്റെ ഭാര്യ നാട്ടുകാർക്ക് വെച്ച് വിളമ്പുന്നൊക്കെ പിന്നെ ആ പൈസ കൊണ്ട് പള്ളിക്ക് കൊടു, പ്രതിഫലം കിട്ടും. നേരത്തെ അവൻ പെണ്ണ് കാണാൻ പോയപ്പോ എന്നെ വിളിച്ചില്ല, വളയിടാൻ പോയപ്പോ വിളിച്ചില്ല, ഉറപ്പിച്ചപ്പോ വിളിച്ചില്ല, അതുകൊണ്ട് കല്യാണത്തിന് ഞാൻ വരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ, പെണ്ണ് കാണാൻ പോകുമ്പോൾ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തീരുമാനമെടുക്കുമ്പോൾ അറിവുള്ളവരോടൊക്കെ ഒന്ന് ചോദിക്കണം. വീട്ടിൽ വാപ്പാടെ വാപ്പ, വലിയ ഉപ്പാടെ സഹോദരങ്ങൾ, ഉമ്മയുടെ സഹോദരങ്ങൾ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നീ ആദരിക്ക്, അവരെ നീ ബഹുമാനിക്ക്. ഏതൊരു കച്ചവടം ചെയ്യുന്നതിന് മുമ്പ് നീ അഭിപ്രായം ചോദിക്ക്. നീ അങ്ങനെ ചോദിക്കണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ